എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പേരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ സമയമാണ്. പക്ഷേ അതിൽ നമ്മളൊരു പ്രധാനപ്പെട്ട പ്രാക്ടീസ് ചെയ്തില്ല എന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. വലിയ ഉയരത്തിലുള്ള പേരമരത്തിലുള്ള പേരക്കായേക്കാളും കൂടുതൽ എണ്ണവും വലിപ്പവും കൂടുതലുണ്ടാവുക ഹൈറ്റ് കുറഞ്ഞ പേരമരത്തിലാണ്. അപ്പോൾ നമ്മൾ പേരമരത്തിൻ്റെ ഹൈറ്റ് ഒരുപാട് വരുന്നതിന് പകരം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? പേരയുടെ ഹൈറ്റ് നമ്മുടെ ഹൈറ്റിലേക്ക് നിർത്തിക്കുക. ഒരു 5.5 അടി ഹൈറ്റിൽ പേരയെ പ്രൂൺ ചെയ്യുക. അതായത് ഒരേപോലെ ഇപ്പോൾ കാണുന്ന പോലെ ഒരു കൊടയുടെ ഷേപ്പിൽ മരം പ്രൂൺ ചെയ്ത് നിർത്തുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് ബ്രാഞ്ചസ് വരും. ആ പ്രൂൺ ചെയ്ത് ഓരോ കട്ടിങ്സ്, നമ്മളിപ്പോൾ ഏത് ചെടിക്കാണെങ്കിലും ഒരു ശാഖ മുറിച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതാണ് പേരയുടെ ഏത് ചെടിയുടെയും നയം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കട്ട് ചെയ്തിരിക്കുന്ന പുതിയ പുതിയ ബ്രാഞ്ചസിലാണ് ധാരാളം കായകൾ ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പേരയെ പ്രൂൺ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് നിർത്തുന്നതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ജൈവവളം ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ പുതിയ പുതിയ ഫ്ലഷസ് ഉണ്ടാവണം, പുതിയ പുതിയ തളിർപ്പുകൾ ഉണ്ടാവണം. അതിന് അധികമായിട്ട് ആവശ്യം വരുന്നത് ഓർഗാനിക് ജൈവവളം തന്നെയാണ്. പൊടിഞ്ഞ ജൈവവളം ധാരാളമായി ചേർത്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും പുതിയ ഫ്ലഷസ്, പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും. ഇത് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൽ പോയപ്പോൾ കണ്ടിട്ടുള്ള ഒരു പേരത്തോട്ടമാണ്. ഈ തോട്ടത്തിൽ പുതിയ തളിർപ്പുകൾ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ധാരാളമായിട്ട് അവിടെ തളിർപ്പുകളിൽ കായ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ കർഷകർ പലരും ഇത് ചെയ്യാൻ നമ്മൾ മടിക്കും. കാരണം നമ്മളെ മനസ്സിൽ ചെടി നന്നായിട്ട് വളരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പ്രൂൺ ചെയ്ത് നിർത്തിയാലുള്ള വേറൊരു ഗുണം, നമുക്ക് ഹാർവെസ്റ്റിംഗ് ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ കായയുടെ വിളവെടുപ്പ് വളരെ ഈസി ആയിരിക്കും. അതുകൂടാതെ പലപ്പോഴും പേരക്കയിൽ ഒരുപാട് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. അതായത് ഫ്രൂട്ട് ഫ്ലൈയുടെ അറ്റാക്ക്, അതുപോലെ സ്കാബീസ്, ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങളും ഈ അടുത്ത കാലത്ത് കീടബാധയും ഒക്കെ തന്നെ കാണാറുണ്ട്. അത് കുറക്കുന്നതിനും നമുക്ക് സ്പ്രേ ചെയ്യണമെങ്കിലും ഒരു ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്പ് വെക്കണമെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും ഈസി ഹൈറ്റ് കുറഞ്ഞ മരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കമേഴ്സ്യലായിട്ട് പോലും നമുക്ക് പേര വളർത്തുമ്പം ഈ രീതിയിൽ, അതായത് ഓരോ തുള്ളി വെള്ളവും ചെടിയുടെ ചോട്ടിൽ തന്നെ കിട്ടുന്ന രീതിയിലും, അതുപോലെ തന്നെ ഹൈറ്റ് ക്രമീകരിച്ച് നിർത്തുകയും ഒപ്പം ആവശ്യത്തിനുള്ള പൊട്ടാഷ് വളങ്ങൾ പൂക്കുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ പേരയിൽ നിറച്ചും പൂക്കളും കായ്കളും ഉണ്ടാവും. ഈ അടുത്ത കാലത്തായിട്ട് പേരയുടെ വേരുകളെ ബാധിക്കുന്ന ചില പുഴുക്കൾ നമ്മളെ നാട്ടിൽ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെടി മൊത്തത്തിൽ ഉണങ്ങിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കുന്നതിനായിട്ട് ബിവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വീട്ടുമുറ്റത്ത് 1-2 പേര നടുകയാണെങ്കിൽ അതും നമ്മൾ നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്തുകയാണെങ്കിൽ ആ വീട്ടിലെ ആൾക്കാരുടെ ആരോഗ്യം വളരെ സുരക്ഷിതമായിരിക്കും. ഈവൻ നമുക്ക് വേണമെങ്കിൽ പേര ഒരു ഡ്രമ്മിലും കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ടെറസിലുണ്ടല്ലോ, നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു ഡ്രം വെക്കുക. ആ ഡ്രമ്മിനകത്ത് ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളവും അതുപോലെ തന്നെ മേൽമണ്ണും ഈക്വൽ പ്രൊപ്പോർഷനിലെടുത്ത് 3/4 ഭാഗം നിറക്കണം. എന്നിട്ട് നമുക്ക് നല്ല വെറൈറ്റി, ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൽ പുറത്തിറക്കിയിട്ടുള്ള ഇനമാണ് അർക്ക കിരൺ. നല്ല ഉൽപ്പാദനം തരുന്ന, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഇനമാണ്. അതിൻ്റെയൊക്കെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ലെയർ തൈകളാണ്. ഈ രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെടിയെ നമ്മളൊരു കൊടയുടെ ഷേപ്പിലെങ്കിലും വളർത്തിയെടുക്കണം. വളർത്തി അതിനെ പ്രൂൺ ചെയ്ത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പുതിയ ബ്രാഞ്ചസിലൊക്കെ തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പേരക്ക നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പലപ്പോഴും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പേരക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് കീടനാശിനിയൊക്കെ തളിച്ച് വരുന്നതായിരിക്കും. അതിന് പകരം ഇതിപ്പം ടെറസിൽ ഡ്രമ്മിൽ നട്ടുള്ള പേരയാണ്. അതിൽ കായ്ച്ചിരിക്കുന്ന കണ്ടില്ലേ, ഓരോ ചെടിയിൽ തന്നെ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.